കുറച്ചു കാലമായി നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. കുറച്ച് കാലമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ്, ബ്രോ എന്താ എപ്പോഴും വീഡിയോ ഇടാത്ത? വല്ലപ്പോഴും 1-2 വീഡിയോ ഇടും, പിന്നെ കാണത്തില്ല, പിന്നെ വല്ലപ്പോഴും വരും. കൺസിസ്റ്റൻസി ഇല്ല, ആ ഒരു സാധനമാണ് ഇല്ലാത്തത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അത് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ലൈക്ക് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ എനിക്കത് ചെയ്യാനുള്ളൊരു മൂഡ് വരത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ ഒരു സാധനം കിട്ടണില്ല. സോ നമ്മൾ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് അങ്ങനെ എന്തോ ഒരു പരിപാടിയാണത്. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഒരു ട്രാവൽ പിടിച്ചു. ഞാൻ പിന്നെയും കറങ്ങി തിരികെ ഹിമാചലെത്തി. ഹിമാചലിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ലിക്കുള്ളിൽ നിന്ന് പിന്നെയും മുകളിലേക്ക് കയറണം, ഒരു 14-15 കിലോമീറ്റർ. ഷാൻജർ അങ്ങനെ എന്തോ ആണ് ഈ വില്ലേജിൻ്റെ പേര്. നൈസ് വില്ലേജ് കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര ശാന്തി, ഭയങ്കര 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 ശാന്തി. കളി മേട തരികട സാറേ, പൊളിക്കട പൊളിക്കട മാനെ, സാറിന്റെ മൂക്കിന്റെ താഴെ, സാറിന്റെ മൂക്കിന്റെ താഴെ, പൊളിക്കട മാനെ, പൊളിക്കട മാനെ, പൊളിക്കട മാനെ, പൊളിക്കട മാനെ. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ താമസം. എത്തിയിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ. ആൻഡ് എന്താ പറയുക, ഇവിടുത്തെ വിശേഷങ്ങൾ കാണാതെ നോക്കി. ഇത് കടന്നങ്ങ് പോരണം, എനിക്കിത് നേടണം, വേദന വേദന പോക്കറ്റി വേദന, ഇരിക്കട പോകണം, ചോദിക്കട്ടെ പോരണം, അവന്റെ രോദനം കുറച്ചൊക്കെ കുറക്കണം, കുറച്ചൊക്കെ കുറക്കണം, കുറക്കണം, കുറച്ചൊക്കെ കുറക്കണം. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനും മാർക്കോയും കൂടെ നടക്കാൻ ഇറങ്ങിയേക്കുക. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള മാർക്കോയുണ്ട്, സുന്ദരിയുണ്ട്, ഒരു പൂച്ചക്കുത്തിയുണ്ട്, അതിൻ്റെ ഒരു സുന്ദരി. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഷാൻജർ അങ്ങനെ എന്തോ ആണ് ഈ വില്ലേജിൻ്റെ പേര്. അതൊന്നും എനിക്ക് പെട്ടെന്ന് വായി വരത്തില്ല. എന്തായാലും ഇറാണ് ലാസ്റ്റ്. പത്ലിക്കുള്ളിൽ നിന്ന് മുകളിലോട്ട് കയറുമ്പോഴുള്ളൊരു വില്ലേജ് ഇല്ലേ, അതാണിത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയേക്കുമായിരുന്നു. അപ്പം പറയാൻ വന്നത്, നമ്മൾ നാളെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുകയില്ലായിരുന്നു. ലൈക്ക് ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുമായിരുന്നല്ലോ. അപ്പോൾ 2-3 സ്വപ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു സ്വപ്നം കണ്ടെന്നേ. അതിത്തിരി ഞാൻ ഓർത്തത്, അത് എങ്ങനെ ഈ സ്വപ്നത്തിനകത്ത് ഇവരൊക്കെ കയറി വന്നി. ഹനുമാങ്ങേൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു താറ് വാങ്ങിയെന്ന് വെച്ചാൽ, ഈ താറെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തുവാ, ഒരു ഭയങ്കര സ്പെഷ്യൽ താറാണ്. ഇത് കൺവെർട്ടബിളാണ് ഈ താറ്. ഈ താറിൻ്റെ ഒരു സ്വിച്ച് നിൽക്കുവാണെങ്കിൽ അത് ബൈക്കായിട്ട് മാറും. അതൊക്കെ ഉണ്ട്. അങ്ങനെ ബൈക്കായിട്ടൊക്കെ ഇറങ്ങി ഈ താറൊക്കെ എടുത്തുകൊണ്ട്, താറെടുക്കാൻ വേണ്ടി പോയത് ഞാനും എൻ്റെ അനിയനും പിന്നെ എൻ്റെ കൂട്ടുകാരനായ ഹനുമാൻ കൈൻറ്റുമാണ്. പുള്ളിക്കാരനായിട്ട് സ്വപ്നത്തിൽ വന്ന്. അങ്ങനെ നമ്മൾ പോയി കാറൊക്കെ എടുത്ത് എന്നിട്ട് കാറുമായിട്ട് ഹനുമാൻ കൈൻറ്റിൻ്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, നമ്മളവിടെ ചില്ല് ചെയ്യാൻ വേണ്ടിയൊക്കെ പോയി. കുറേ നേരം അവിടെ ചില്ല് ചെയ്ത് അവിടുത്തെ നാട്ടുകാരെയൊക്കെ കണ്ട്, അവിടെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ചില്ല് ചെയ്ത്. അപ്പോൾ ആ വഴി പെട്ടെന്ന് നമ്മൾ വണ്ടി എടുത്ത വേറൊരു കുഞ്ഞു വഴിയാണ്. ആ വഴി അപ്പം ഇത് താറായിട്ട് പോകത്തില്ല. അപ്പോൾ നമ്മൾ സ്വിച്ച് നോക്കി കൺവേർട്ട് ചെയ്ത് ബൈക്കായിട്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടെ കുറേ നേരം ചില്ലൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വണ്ടിയെടുത്ത് പോന്നു. വണ്ടിയെടുത്തല്ലേ, അപ്പോൾ വണ്ടി ഇത് പള്ളിയിൽ കൊണ്ട് വെഞ്ചരിക്കാന്നൊക്കെ പറഞ്ഞ് പള്ളിയിലൊക്കെ പോയി വണ്ടിയൊക്കെ വെഞ്ചരിച്ച് നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി. നാടിൻ്റെയൊക്കെ അവിടെ എപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് പാരാഗ്ലൈഡിങ്ങിൻ്റെ പരിപാടിയുണ്ട്. സ്വപ്നത്തിലാണ്. ഇനി നിങ്ങൾ പറയും ഇവർ വട്ടായി, ഇവനെന്തൊക്കെയാണ് പറയണമെന്ന് പറയരുത്, അതാ മുൻകൂട്ടി പറഞ്ഞത്. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് പാരാഗ്ലൈഡിങ്ങിൻ്റെ പരിപാടിയുണ്ട്. അപ്പം ഹനുമാൻ കൈൻ്റെ ഇത് കണ്ടിട്ട് വാവ് പൊളി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ നേരെ പോയിട്ട് പാരാഗ്ലൈഡ് ചെയ്ത്. അപ്പം കാറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ പുള്ളി പറന്ന് വേറെ സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ കാറൊക്കെ കാണിച്ച്, വീട്ടുകാരെയൊക്കെ കാറൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, കാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഹനുമാൻ കൈൻ്റെ വിളിക്കുക, അയ്യാ ഞാൻ പറന്ന് ടൗണിലെത്തി, എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വരുമോ എന്നൊക്കെ. ഞാനപ്പോൾ ആലോചിക്കും സീൻ ഈ സ്വപ്നം. ഇത് അപ്പം തന്നെ ഇത് കണ്ട ഉടനെ തന്നെ ലൈക്ക് കണ്ട് ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ഇങ്ങനെ ആലോചിച്ച് ഫുള്ള് ആലോചിച്ച് എടുത്ത്. അപ്പോൾ ഇത്രയാണ് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അങ്ങോട്ട് കണക്ഷൻ കിട്ടിയില്ല. പിന്നെ പുള്ളീനെ വിളിക്കാനായിട്ട് കാറെടുത്ത് പോണു. അപ്പോൾ വഴി വെച്ച് എൻ്റെ 2 കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വണ്ടി ഓടിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പം അവർക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്ത്. അതിലൊരുത്തനാണെങ്കിൽ
വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോയത് മാത്രമേ ഉള്ളൂ. അത്രേ കണ്ടുള്ളൂ ഞാൻ. അപ്പോഴേക്കും ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ്. എൻ്റെ പേടി കൂടി. എൻ്റെ വണ്ടി അവന് ഉമ്മാതിരി ഓട്ടിക്കല ഓടിച്ച്. അപ്പോൾ ഞാൻ ചാടി എണീറ്റ്. അത്രേ കണ്ടുള്ളൂ. ആ സ്വപ്നം അത്രേ കണ്ടുള്ളൂ. അതാ നമ്മൾ നടന്ന് എങ്ങോട്ടാ പോകണം? മാർക്കോ എങ്ങോട്ടാ പോണേ? ഞാനാണെങ്കിൽ ഇവനെ ചുമ്മാ മൂത്രം ഒഴിക്കിപ്പിക്കാൻ ഒക്കെ ആയിട്ട് ഇറങ്ങിയതാ. ആ കൂട്ടത്തിൽ ഒന്ന് നടക്കാമെന്നും വെച്ച് ഞാൻ കുറേ കാലമായി നടക്കാനൊക്കെ പോയിട്ട്. അതാണ് പ്രത്യേകിച്ച് ഹിമാചലൊക്കെ കയറിയത്. കുറച്ച് സ്ലോ ലൈഫ്, കുറച്ച് നടക്കാനൊക്കെ പോകണം. ആൻഡ് കുറച്ച് പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സമാധാനം വേണം. ഇവിടെ വന്നപ്പോൾ കിട്ടിയൊരു സമാധാനമുണ്ട്. കാരണം ഇത്ര നാൾ നാട്ടിലായിരുന്നു, നാട്ടിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ചൂട് അത് ഇത് ഒക്കെ കൊണ്ട് ഞാൻ ലാസ്റ്റ് റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, എനിക്ക് നാട്ടിൽ പറ്റത്തില്ലെന്ന്. എന്നുവെച്ചാൽ ഈ മൗണ്ടെയ്ൻസ് ആണ് നമുക്ക് കുറച്ചുകൂടെ അടിപൊളി മനസ്സിന് എല്ലാം കൊണ്ടും. അങ്ങനെ എന്തുമായിരുന്നു ഒരു പ്രാവശ്യം നിങ്ങൾ ഹിമാചലൊക്കെ വന്ന് കുറച്ച് ലോങ് ടൈം താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇടക്കിടക്ക് വരും, ഇല്ലേ വരത്തും ചാത്തന്മാർ. അങ്ങനെയാണ് ഞാൻ 2020 വന്നു തുടങ്ങിയത് ഹിമാചൽ. പക്ഷെ വേറെ എവിടെയെങ്കിലും പോക്കൂടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും കംഫർട്ടായ ഒരു സ്ഥലം വേറെ ഇല്ല. അടിപൊളിയാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ 20 വന്ന സമയത്താണെങ്കിൽ താച്ചി വാലിയിൽ താമസിച്ചിട്ടുണ്ട്, പിന്നെ മണാലി താമസിച്ചിട്ടുണ്ട്. മണാലി തന്നെ കുറേ സ്ഥലത്ത് ഇവിടെ പ്രിനി, അങ്ങനെ സജ്ജിലെ പേരൊക്കെ മറന്നുപോയി, പിന്നെ നസോഗി, അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ താമസിച്ചിട്ടുണ്ട്. പക്ഷെ എന്നേലും അതാ ഓരോ സ്ഥലം. ഇപ്പോൾ കസോളാണെങ്കിലും കസോളും അവിടെ ഇവിടെ തോഷിൽ താമസിച്ചിട്ടുണ്ട്, ബർശേനി താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലഡാക്ക് ഞാൻ പോയിട്ടില്ല. ഇത്തവണ ലഡാക്ക് പോകണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇത്തവണ ഞാൻ കയറി വന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഷാഞ്ചർ. എന്തായാലും ഞാനത് ഇവിടെ എഴുതി കൊടുക്കുക. എന്തുമായിരുന്നു ഇത് മണാലി എത്തുന്നതിന് മുന്നേ ഉള്ളൊരു വില്ലേജാണ്. ഭയങ്കര പീസ്ഫുള്ളാട്ടോ ഈ വില്ലേജ്. അങ്ങനെ നമ്മൾ ടൗണിൽ താഴത്തോട്ട് പോകണം, ഭയങ്കര മുകളിലാണ് നമ്മൾ. ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ താഴത്തോട്ട് ഇറങ്ങണം പത്തലിക്കുള്ളു ടൗൺ എത്താനായിട്ട്. അങ്ങനെ ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമുക്കെല്ലാം വഴിയെ പരിഹരിക്കാം. ഇനി എന്തായാലും കാണാം ഇവിടുത്തെ വിശേഷങ്ങളും. അല്ലേ മാർക്കോ സംസാരിക്കും കേട്ടോ ഇടക്ക്. മാർക്കോ ഒരു ചാറ്റ പറഞ്ഞേ. ഞങ്ങളപ്പോൾ പോട്ടെ. ഇപ്പം എന്നെ വലിച്ചു എവിടേക്കോ കൊണ്ടുവന്ന്. ഞാൻ തിരിച്ചെന്തായാലും റൂമിലേക്ക് പോട്ടെ. എന്നിട്ട് ഇവിടെ അടുത്ത് ഒരു വാട്ടർഫാളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് പയ്യെ അവിടെയൊക്കെ പോകാം ഒരു ദിവസം. സോ ഇനി നിങ്ങളെ വിറപ്പിക്കാൻ പോകണാണ്, കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ. ബായ്.